ഭരണഘടനയെ അവഹേളിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്തിയും രാഹുൽ ഗാന്ധി വോട്ട് മോഷണ ആരോപണം ഉന്നയിച്ച് ദിവസം 11 പിന്നിട്ടിരിക്കുകയാണ്. കർണാടക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയും ആവശ്യപ്പെട്ടിട്ടും തെളിവുകൾ ഉൾപ്പെടുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇനിയും തയ്യാറായിട്ടില്ല. രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തുകൊണ്ട് പരാതി നൽകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തിന് പരാതി നൽകണം എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയെ വിഭജിച്ചും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും തങ്ങളുടെ അധികാരത്തോടുള്ള ആർത്തി നേരത്തെ തന്നെ വ്യക്തമാക്കിയവരാണ് നെഹ്റു കുടുംബം. എന്നാൽ അധികാരം കൈവിട്ടതോടെ തങ്ങളുടെ കാര്യസ്ഥപ്പണിക്ക് വഴങ്ങാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ കോടതികളെയും പുലഭ്യം പറയുകയാണ് നെഹ്റു കുടുംബം. ശരിക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എന്താണ് പ്രശ്നം? പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും കിട്ടാവുന്ന പരമാവധി ആയുധങ്ങൾ സംഭരിച്ചാണ് രാഹുലും സംഘവും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ദയനീയ പരാജയം ഏറ്റുവാങ്ങി ഭാവി പ്രധാനമന്ത്രി പദം സംരക്ഷിക്കാനായിരുന്നു വിധി. പിന്നാലെ ഉണ്ടായ ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിരിച്ചടി നേരിട്ടു. സഖ്യകക്ഷികൾ വിജയിച്ച ജമ്മു കശ്മീരും ഝാർഖണ്ഡും മാത്രമായിരുന്നു ഏക ആശ്വാസം. വോട്ടിംഗ് മെഷീനെതിരെ പരമാവധി ആരോപണം ഉന്നയിച്ചെങ്കിലും വിവിധ കോടതികളിൽ എല്ലാം തകർന്നടിഞ്ഞു. സഖ്യകക്ഷികൾ പോലും പിന്തുണയ്ക്കാതായതോടെ രാഹുൽ ഒറ്റപ്പെട്ടു. ഇതോടെ രാഹുലിന്റെ നേതൃശേഷി പോലും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. ബീഹാർ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസും രാഹുലും അവസാന പിടിവള്ളിയായി കണ്ടുവച്ചിരുന്നത്. ബംഗ്ലാദേശ് റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ വ്യാജ വോട്ടുകളിൽ പ്രതീക്ഷ വെച്ച് കരുക്കൾ നീക്കിത്തുടങ്ങി. എന്നാൽ SIR നടപ്പിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്വപ്നങ്ങളും തവിടുപൊടിയാക്കി. അനധികൃത കുടിയേറ്റക്കാരും വ്യാജ വോട്ടർമാരുമായ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയടിക്ക് വെട്ടി. ഇതോടെ പ്രതീക്ഷയേറ്റ രാഹുലിന്റെ പിടിവിട്ടു. വോട്ടിംഗ് മെഷീന് പകരം ഇത്തവണ ടാർഗറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ പൊടിതട്ടിയെടുത്തു. ആറ്റം ബോംബെന്ന് വിശേഷിപ്പിച്ച് ഓലപ്പടക്കമെടുത്ത് കാച്ചി. ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ചതോടെ മലയാള മാധ്യമങ്ങൾ തലക്കെട്ട് നിരത്തി. രാഹുൽജി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി എവിടെ എന്നതാണ് ഇക്കൂട്ടരുടെ കഴിഞ്ഞ 11 ദിവസമായുള്ള ചോദ്യം. ഇനി എന്താണ് കൊട്ടിഘോഷിക്കുന്ന രാഹുൽജിയുടെ ചോദ്യങ്ങൾ എന്ന് നോക്കാം. 1. വ്യാജ വോട്ടും കൃത്രിമത്വവും നടക്കുന്നത് എന്തുകൊണ്ട്? 2. പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? 3. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയോ? ഈ നിലയിൽ വായിൽ തോന്നിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കാമ്പുള്ളതൊന്നും രാഹുൽജി ചോദിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കർണാടക മഹാദേവപുരത്ത് ഒരു സ്ത്രീ ഇരട്ട വോട്ട് ചെയ്തു എന്നതായിരുന്നു രാഹുലിന്റെ ആദ്യ ആരോപണം. ലക്നൗ സ്വദേശിയായ യുവാവ് 4 വോട്ട് ചേർത്തു എന്നുള്ളതും ആരോപണമായെത്തി. മിൻഡാദേവി എന്ന വോട്ടറുടെ പേരിലും അരങ്ങേറി നാടകം. രാഹുൽ നിർത്തിയിടത്തു നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി. മഹാദേവപുരത്തെ രേഖകൾ എന്ന പേരിൽ രാഹുൽ പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളല്ല എന്ന് തെളിഞ്ഞു. ലക്നൗ സ്വദേശി നേരിട്ടെത്തി വോട്ടർ പട്ടികയിൽ തന്റെ പേര് പല സ്ഥലങ്ങളിൽ വന്ന സാഹചര്യം വിശദീകരിച്ചു. പ്രിയങ്ക ഗാന്ധി നാടകം കളിച്ച മിൻഡാദേവി ബീഹാറിലെ 34 വയസ്സുള്ള വോട്ടറായിരുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ കണ്ടെത്തി. നെഹ്റു കുടുംബം നാണം കെട്ട് തല താഴ്ത്തി. ഇതിനെല്ലാം അപ്പുറം രാഹുൽജി ഇട്ട ആറ്റം ബോംബ് വീണ് പൊട്ടിയത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയാണ്. കർണാടകയിൽ കോൺഗ്രസിന്റെ വീഴ്ച വിളിച്ചു പറഞ്ഞ ഒരു മന്ത്രിക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇന്ത്യൻ പൗര ആകുന്നതിനു മുൻപ് സോണിയാഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ രേഖകളടക്കം പുറത്തു വന്നു. അഖിലേഷ് യാദവും MK സ്റ്റാലിനും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും അടക്കം നടത്തിയ തട്ടിപ്പിന്റെ പട്ടിക ഒന്നൊന്നായി പുറം ലോകമറിഞ്ഞു. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ഓർത്ത് തലയിൽ കൈവച്ചു. മുൻപും പല ആരോപണങ്ങളും ഉന്നയിച്ച് മുങ്ങുന്ന പതിവ് ഇവിടെയും ആവർത്തിക്കുകയാണ് രാഹുൽ. ബലാക്കോട്ടിൽ ഇന്ത്യൻ സൈന്യത്തെയാണ് ഇയാൾ ആദ്യം അപമാനിച്ചത്.
റഫേൽ കരാറിലും വീർ സവർക്കറിനെതിരായ ആക്ഷേപങ്ങളിലും തുടർന്ന് കോടതി കയറേണ്ടിയും വന്നു. പെഗാസസും ഹിൻഡൻബർഗ് ആരോപണവും ഉണ്ടയില്ല വെടികളായി. RSSനെതിരായി ഉയർത്തിയ ആരോപണങ്ങളിൽ കോടതി കയറിയിറങ്ങി. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഭൂമി ചൈന കൈവശപ്പെടുത്തിയെന്ന വ്യാജ ആരോപണത്തിൽ നിങ്ങൾ ഒരു ഇന്ത്യക്കാരൻ തന്നെയാണോ എന്ന് സുപ്രീം കോടതിക്ക് പോലും രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ടി വന്നു. രാഹുൽ രാജകുമാരനാണെന്നും ചോദ്യം ചോദിച്ചാൽ എല്ലാവരും മറുപടി നൽകണമെന്നും കോൺഗ്രസും മലയാള മാധ്യമങ്ങളും കരുതുന്നു. അച്ഛനപ്പൂപ്പന്മാർ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് തടവി രാഹുൽ ഭീഷണി മുഴക്കുന്നുമുണ്ട്. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാം, ഇത് അടിയന്തരാവസ്ഥ കാലമല്ല, ഭരിക്കുന്നത് ഇന്ദിരയുമല്ല. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.